ഹലോ ഗായ്സ്, നിങ്ങൾക്കേവർക്കും ബെർലിൻ വ്ളോഗിൻ്റെ ഡേ 2 സ്വാഗതം. ഇന്നലെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നാളെ ഉച്ചയാകുമ്പോൾ ബെർലിൻ ഞങ്ങൾ ബൈ ബൈ പറയും. അതുകൊണ്ട് കുറച്ച് ബാക്കി പെൻഡിങ് ഉള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പക്ഷേ സമ്മർ ആയതുകൊണ്ട് സൂര്യൻ നല്ല 5:30 ആയപ്പോഴേ ഉദിച്ചുയർന്ന് നല്ല വെളിച്ചമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റ് സൈഡ് ഗാലറി ആട്ടോ. ബെർലിൻ വാളിൻ്റെ കുറേ ഭാഗം അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ട്രാം പിടിച്ച് ആ സ്റ്റേഷന് ഈ സ്ഥലം അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ഇന്ത്യൻ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ജർമ്മനിയിൽ ഇന്ത്യൻ ഫുഡിന് നല്ല ഡിമാൻഡാന്ന് തോന്നുന്നു. എല്ലാ കടയിലും നല്ല തിരക്കുണ്ട്. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യക്കാരും അത് ഓർഡർ ചെയ്ത് മേടിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കൊരു കെട്ടിടമായിരുന്നു ഇത്. കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുത്തു. അങ്ങനെ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് മാക്സിമം കാണണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എത്രയൊക്കെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് റോഡും കെട്ടിടങ്ങളും ഒക്കെ കണ്ടു. അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി പതുക്കെ അങ്ങ് നടന്നു. ഒരു 1990 വരെ ബെർലിൻ്റെ ഒരു നഗരം തന്നെ ഫുള്ളൊരു മതിലിനാൽ ചുറ്റപ്പെട്ടിരുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിലെ കുറച്ച് ഭാഗം വെസ്റ്റ് സൈഡും കുറച്ച് ഭാഗം ഈസ്റ്റ് സൈഡും ആയിരുന്നു. അതായത് വെസ്റ്റ് സൈഡ് ഭരിച്ചിരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ഈസ്റ്റ് സൈഡ് റഷ്യയായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരു നഗരത്തിൽ തന്നെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് സൈഡ് ഗാലറിയുടെ അടുത്തെത്തി കേട്ടോ. അപ്പം ഈസ്റ്റ് സൈഡ് ഗാലറിയിലെ ഒരു സൈഡിൽ ആ മതിലിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ശരിക്കുണ്ട് ബെർലിൻ വാളിൻ്റെ. അപ്പം ഇതിൽ ഒരു ഭാഗം മൊത്തവും ഈസ്റ്റ് സൈഡ് ഭാഗം മൊത്തം പല രാജ്യത്തെ ചിത്രകാരന്മാർ വന്ന് ചിത്രങ്ങൾ വരച്ചിങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കാണുന്ന ചിത്രം നമ്മുടെ ഇന്ത്യയുടെ ആട്ടോ. ഇന്ത്യയിലെ കുറേ പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ച ചിത്രമാണിത്. ഫസ്റ്റ് നമ്മുടെ തുടങ്ങുന്നത് തന്നെ ഗാലറിയിൽ. ആ വാളിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക പ്രശസ്തമായ നല്ല പെയിൻറ്റിങ്സ് ഈ വാളിലുണ്ട് കണ്ടോ. ഇന്ത്യയുടെ ഫ്ലാഗും അത് ആരൊക്കെയാണ് വരച്ചതെന്നൊക്കെയും പിന്നെ ഒരു തീമിലോ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇന്ത്യ. അങ്ങനെ പല രാജ്യത്തെ കലാകാരന്മാർ ആ ഒരു കുറച്ച് 1.5 കിലോമീറ്റർ തന്നെ ഈ വാൾ നീണ്ടു കിടക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ വരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. മറ്റേ സൈഡിലില്ല, ഈ ഒരു ഈ സൈഡിൽ മാത്രം ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ അത് ഓരോ ചിത്രങ്ങളും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങളും കണ്ടു നോക്കൂ. കുറച്ച് നേരം നമുക്ക് ഗാലറിയിൽ പോയി എല്ലാ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളും വാട്ടോ. അപ്പം ശരി.
ഇങ്ങനൊരു ചിത്രം കണ്ടു കേട്ടോ. അപ്പോൾ അത് നല്ല ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സീനറി നല്ലതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഗ്രീൻ കളർ. പിന്നെ അവിടെ നിങ്ങൾ കണ്ടില്ലേ വൈറ്റും ഗ്രേയും. ആദ്യം ഈ ഇങ്ങനെ ഗാലറിയിൽ ഫിഗറൊന്നും വരയ്ക്കുന്നതിന് മുമ്പ് ഈ മതിൽ ഇങ്ങനെയായിരുന്നു പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നത്. അത് കാണിക്കാനാണ് ഇങ്ങനെ വെച്ചിരുന്നത് അവർ. പിന്നെ അതെല്ലാം ഓരോ കലാകാരന്മാർ ആ ഒരു ബെർലിൻ വാള് നല്ല സൂപ്പറാക്കി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ലോകപ്രശസ്തമായ പെയിൻറ്റിങ്സ് അതിനകത്ത് ഇരിക്കുന്നത്. അതിൽ ചില പെയിൻറ്റിങ്സ് വളരെ പ്രശസ്തമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഓക്കെ, അങ്ങനെ എല്ലാം ഒന്നും പകർത്തിയിട്ടില്ല, പറ്റുന്ന പോലൊക്കെ അങ്ങ് പകർത്തി. നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭംഗിയും കാണണം, പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ പകർത്തി. കുറേ ദൂരമുണ്ട് ഈ പെയിൻറ്റിങ്സ്. എല്ലാ പെയിൻറ്റിങ്സിനും കുറച്ച് അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു കളേഴ്സ് മാത്രം കണ്ടുപോകുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കാൻ ചെയ്യാൻ ഒരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും ആരാ വരച്ചതും ഏത് രാജ്യത്തിൻ്റെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ആ സൗകര്യം. അങ്ങനെ നല്ല അർത്ഥമുള്ള പെയിൻറ്റിങ്സ്. അങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിങ്ങനെ പതുക്കെ നടന്നു. അതുകൊണ്ട് ഈ പിക്ചർ കണ്ടില്ലേ, ഇതെന്തോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് തമ്മിലിങ്ങനെ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. ഇത് വളരെ പ്രശസ്തമാണ് ഈ പിക്ചർ. ഇതിലെന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. നല്ല പ്രശസ്തമായ പിക്ചേഴ്സാണ്. കുറേ പേര് അതിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും റീൽസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെയും പതുക്കെ പിക്ചേഴ്സ് എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. വിചാരിച്ചു ആ സൈഡ് ഭയങ്കര വെയിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലെ ഗാലറിയിൽ ആ വാളിലെ പിക്ചർ പകർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ ഇനിയിപ്പോൾ ആ വാളിങ്ങനെ ഗാലറിയിൽ ആ ചിത്രങ്ങളൊക്കെ പകർത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ സൂം ചെയ്താൽ ജസ്റ്റ് എല്ലാം കാണാൻ പറ്റും. ഇത്തിരി ദൂരമുണ്ട്. കുറേയൊക്കെ പകർത്തി, കുറച്ചൊന്നും പകർത്തിയിട്ടില്ല. അപ്പം നമുക്ക് വെയിലും അടിക്കത്തില്ല, നമുക്ക് ആ പിക്ചേഴ്സ് ആസ്വദിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. പോകുന്ന വഴിക്ക് കണ്ട ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ഷോറൂമാണ് കേട്ടോ. എനിക്കത്ര കാറിനോട് കമ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെയുള്ള 2 പേർക്ക് നല്ല കമ്പമായതുകൊണ്ട് ഞാൻ എന്നാൽ അതിൻ്റെ വീഡിയോ കൂടെ പകർത്താമെന്ന് വിചാരിച്ചു. കാരണം ബെൻസിൻ്റെ ഉൽപ്പാദനമൊക്കെ ഒരു ജർമ്മൻ ആണല്ലോ. അപ്പം അതൊരു ബിഗ് ഷോറൂം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഷോറൂമിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി ജസ്റ്റ്. പിന്നെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ഇങ്ങനെ ഓരോ പിക്ചേഴ്സ് കണ്ട് ഇങ്ങനെ നീങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നല്ല പ്രശസ്തമായ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ പകർത്തുന്നതുകൊണ്ട് എല്ലാം എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഓക്കെ, ഗാലറിയിലെ ബെർലിൻ വാളിലെ പിക്ചേഴ്സൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ട്രാമിൽ കയറി. നമ്മൾ അടുത്ത ലക്ഷ്യം മ്യൂസിയം ഐലൻഡിൽ പോകാനാണ്. ആ പോകുന്ന വഴി കണ്ടാണ് TV ടവർ. നിങ്ങൾ കണ്ടില്ലേ, അത് വളരെ പ്രശസ്തമാണ് അവിടുത്തെ. വളരെ പഴയൊരു TV ടവറാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ പിക്ചേഴ്സൊക്കെ കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ നല്ലവർക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ പിക്ചേഴ്സ് ഇങ്ങനെ കണ്ടുപോകാനേ നമുക്ക് പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആ മ്യൂസിയം ഐലൻഡിൻ്റെ അടുത്തെത്തി. അവിടെ തന്നെ നമുക്ക് TV ടവർ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെർലിൻ കത്തീഡ്രൽ കാണാം. പിന്നെ കുറച്ച് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു സ്ക്വയർ തന്നെയാണ് ഇതെല്ലാം. പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴാണ് ആ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ മ്യൂസിയം ഐലൻഡ് ഉള്ളത്. വളരെ പ്രശസ്തമായ കുറേ മ്യൂസിയംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബെർലിൻ കത്തീഡ്രൽ. വളരെ ഇത് 12 o'clock മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് 10 euro ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് 10 euro ആണ്. ഫാമിലി, അതായത് എനിക്ക് തോന്നുന്നു അവർ ചർച്ചിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് വരണമെന്ന്. ഒരു ഫാമിലി ഫുള്ളിന് 10 euro മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് 10 euro കൊടുക്കണം, പക്ഷേ ഫാമിലി ആണെങ്കിൽ 10 euro ഉള്ളൂ. അപ്പം നമുക്ക് ആ 10 euroയിൽ ചർച്ചിൽ കാണാം. അതിൻ്റെ മുകളിലൊരു ടോമുണ്ട്, അതും കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളവിടെ കുറച്ച് ഏകദേശം ഒരു 9:30 ആയപ്പോൾ എത്തി. അപ്പോൾ പിന്നെ വിചാരിച്ചു ബാക്കി അവിടുത്തെ മ്യൂസിയം ഐലൻഡും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് 12 o'clock ആകുമ്പോഴേയും വന്ന് ചർച്ച് കത്തീഡ്രൽ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആർട്ട് മ്യൂസിയംസും കുറച്ചൊക്കെ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ അകത്ത് കയറി കാണുന്നില്ല, പിന്നെ സമയവും ഇല്ല. പിന്നെ നമ്മൾ മോനുള്ളതുകൊണ്ട് അവൻ അത്ര ആസ്വദിക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നെല്ലാം കണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഈ മ്യൂസിയം ഐലൻഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാട്ടോ. അപ്പം അവിടെ ലോക പ്രശസ്തമായ കുറേ മ്യൂസിയംസ് ഉണ്ട്. അതിൽ 3, 4, 5 മ്യൂസിയംസ് വളരെ പ്രശസ്തമാണ്. ആർട്ടും സ്കൾപ്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ വളരെ നല്ലതായിട്ടുണ്ട് അവിടെ. ഒന്നും മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി കണ്ടില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു വഴി കൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ വളരെ പ്രശസ്തമായ കുറേ 100+ മ്യൂസിയംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി അതൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണുക മാത്രമേ ഉള്ളായിരുന്നു. എന്തിൻ്റെ മ്യൂസിയമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തൊക്കെ ആർട്ടും സ്കൾപ്ചേഴ്സും പോലുള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിചാരിക്കുന്ന മ്യൂസിയംസാണ് തോന്നുന്നു, അതിനെക്കുറിച്ചുള്ള. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോയി. സ്ട്രോളറിലായതുകൊണ്ട് അവനിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ വിചാരിച്ചു ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇതെന്തോ പാർക്കാണെന്ന്, ഗ്രീനൊക്കെ കണ്ടപ്പോഴേ എന്തോ കളിക്കാനുള്ള പാർക്കാണെന്ന് അവൻ വിചാരിച്ചു. ആണോ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആന്നും പറഞ്ഞാണ് അവനെ കൊണ്ടുവന്നത്. ഇതാന്ന് പറഞ്ഞപ്പോൾ അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആൾ കുറച്ച് സഹകരിച്ച് ഞങ്ങളും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 12 o'clock ആവാറായി. അപ്പം ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ വന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം തെറിച്ച് വെള്ളം നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളച്ചീറ്റിൽ വീഴുമ്പോഴേ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞങ്ങളും എടുത്തു. പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങ് കത്തീഡ്രലിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. ഇതാണ് ബെർലിൻ കത്തീഡ്രലിൻ്റെ അകം. നല്ല ഭംഗിയുണ്ട്. യൂറോപ്പിൽ എവിടെയും കാണുന്ന എല്ലാ കത്തീഡ്രലും പോലെ ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. ഇതിൻ്റെ മുകളിൽ കണ്ടിട്ടോ, ഇതിൻ്റെ മണ്ണിക്ക് നമുക്ക് കയറാൻ പറ്റും. ഒരു 200+ സ്റ്റെപ്സ് കയറണം.
നമ്മൾ വൺ വേ പോയിട്ട് സെക്കൻഡ് വേ അതർ വേ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രോളർ നമ്മളൊരിടത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ നമുക്കത് കിട്ടത്തുള്ളൂ. വേറെ വഴി അകത്ത് വന്ന് എടുക്കണം. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കയറണോ വേണ്ടേന്നൊക്കെ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവിടെ വരെ വന്നേയല്ലേ, എന്തായാലും കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെക്കാളും ഫ്രണ്ടിൽ ഓടുമായിരുന്നു മോന്. ഞങ്ങൾ പതുക്കെയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. അവൻ്റെ അടുത്ത് നിൽക്കാൻ പറയുമായിരുന്നു. ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് അമ്മയുടെ കൂടെ സ്കൂളിൽ പോയപ്പോൾ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് പകുതിയായപ്പോൾ നിർത്തിയതായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്കും മുകളിലെത്തി. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാ TV ടവർ കാണാമായിരുന്നു. അങ്ങനെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ബെർലിൻ നഗരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് മുകളിൽ നിന്ന് കാണാമായിരുന്നു. ഇത് കയറാതെ മടിച്ചു നിന്നായിരുന്നെങ്കിൽ കാഴ്ചകൾ മിസ്സാവുമെന്ന് ഓർത്തപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. എന്തായാലും കയറി കണ്ടല്ലോ, നഷ്ടമായിപ്പോയി അതിനെ കയറി കണ്ടില്ലെങ്കിൽ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഇത് തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൈക്കലാഞ്ചലോ വ്യൂ കണ്ടില്ലേ മുകളിൽ നിന്ന് കയറി, അതേപോലെ തോന്നി. എന്നാലും ഏതൊക്കെ കെട്ടിടങ്ങളെ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു മുകളിൽ നിന്ന് കാണാൻ. അതൊക്കെ കുറച്ചു നേരം ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് പതുക്കെ താഴെ ഇറങ്ങി. അങ്ങനെ ട്രാം പിടിച്ചു. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇത് വളരെ പ്രശസ്തമായ യുദ്ധസ്മാരകമായി നിർമ്മിച്ച ഗേറ്റ് ആണ് കേട്ടോ. ഇത് സെക്കൻഡ് വേൾഡ് വാറുമായും അതുപോലെ തന്നെ ഈ നമ്മുടെ ബെർലിൻ മതിൽ പൊളിച്ചപ്പോഴും ഒക്കെ ഈ ഗേറ്റിന് വളരെ പ്രശസ്തിയുണ്ട്, അതിൻ്റെ പ്രതീകമുണ്ട്. പക്ഷെ എനിക്കത് എന്താണെന്ന് പറയാൻ അറിയത്തില്ല. ഈ ഗേറ്റിൻ്റെ അകത്തൂടെയൊക്കെ അവർ യുദ്ധസ്മാരകമായി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ രാജ്യത്തും കാണുമല്ലോ ഇങ്ങനെ യുദ്ധസ്മാരകമായൊക്കെ നിർമ്മിച്ച ഒരു ഗേറ്റ്. നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ ഒരു ഇന്ത്യ ഗേറ്റും. അങ്ങനെ നമ്മൾ പല രാജ്യത്തും, യൂറോപ്പിൽ തന്നെ പല രാജ്യത്ത് പോയപ്പോഴും ഇതേപോലെ സ്മാരക ഗേറ്റുകളുണ്ടായിരുന്നു. ഈ ബ്രാൻഡൻബർഗ് ഗേറ്റ് വളരെ പ്രശസ്തമാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ ഗേറ്റിൻ്റെ തൊട്ടടുത്തൊക്കെ ഉള്ളത് കുറേ എംബസികളാണെന്ന്. അതായത് ഫ്രാൻസിൻ്റെയും ബ്രിട്ടീഷിൻ്റെയൊക്കെ എംബസികളാണ് ഈ കെട്ടിടങ്ങൾ എന്ന് അറിഞ്ഞപ്പം പിന്നെ ഒന്നും കൂടെ വീഡിയോ പകർത്താമെന്ന് വിചാരിച്ചു. അത് ഗൂഗിളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അത് എംബസി ഏതാണെന്ന് അറിയില്ല, പക്ഷേ ഈ അടുത്തിരിക്കുന്നതൊക്കെ കുറേ എംബസികളാണെന്നാണ് അതിനകത്ത് കാണിച്ചത്. പിന്നെ അതിൻ്റെ അകത്തൂടെ കയറിയും ഇറങ്ങിയും വീഡിയോ ഒക്കെ പകർത്തി പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിത്തുടങ്ങി. അടുത്ത് ചെല്ലുമ്പോൾ തൂണിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. വളരെ പ്രശസ്തമാണ് ഈ ഗേറ്റ്. ഇത് കാണാൻ വേണ്ടി ആളുകൾ ദൂരെ നിന്നൊക്കെ വരാറുണ്ട്. ഞങ്ങളും അത് പതുക്കെ കണ്ട് നീങ്ങി അതിൻ്റെ അകത്തൂടെ കയറി അതൊക്കെ ഭംഗിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ആസ്വദിച്ച് അങ്ങ് നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു, ഉച്ച സമയവുമായിരുന്നു. പിന്നെ സമ്മറാകുമ്പോൾ പൊതുവേ യൂറോപ്പിൽ നല്ല വെയിലാണല്ലോ. 1 വീക്ക് വെയിലാണെങ്കിൽ അടുത്ത വീക്ക് അതേപോലെ നല്ല മഴയുമാണ് കേട്ടോ. സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത വേൾഡ് ക്ലോക്കിൻ്റെ അടുത്തെത്തി കേട്ടോ. നിങ്ങൾ കണ്ടോട്ടോ, ഇതിൽ ഈ ലോകത്തുള്ള എല്ലാ നഗരത്തിലെയും സമയം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വേൾഡ് ക്ലോക്ക് പോലെയാണ്. അതായത് ഓരോ മണിക്കൂറും ഇതൊന്ന് തിരിയും. അപ്പം നമ്മുടെ ന്യൂഡൽഹി, പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പിലെ ഏത് സ്ഥലത്തെയും എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂഡൽഹി എന്നാണ് എഴുതിയേക്കുന്നതെന്ന്. അപ്പം എല്ലാ രാജ്യത്തെയും തലസ്ഥാന സ്ഥലത്തിൻ്റെ പേരാൻ തോന്നുന്നു എഴുതിയേക്കുന്നത്. അപ്പോൾ എല്ലാ രാജ്യത്തെ ടൈം നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതായത് വേറൊരു സത്യം എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 മണി ഒരു രാജ്യത്ത് 1 മണിയാണെങ്കിൽ വേറൊരു രാജ്യത്ത് മേ ബി 1 മണി അല്ലെങ്കിൽ 2:30 ഉണ്ട്, അല്ലെങ്കിൽ 2 മണിയുണ്ട്. എല്ലാ രാജ്യത്തും 1 മണിക്കൂറിൽ ഏതെങ്കിലുമൊക്കെ സമയം ഈ ലോകത്തുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴത് മനസ്സിലായത്. അതായത് 10 മണിയിലൂടെ ചില രാജ്യങ്ങൾ കടന്നു പോകുന്നു, ആ സെയിം ടൈം തന്നെ 11 മണിയിലൂടെയും കടന്നു പോകുന്നു, 11:30 കടന്നു പോകുന്നു, അല്ലെങ്കിൽ 12 o'clock കടന്നു പോകുന്നു. അങ്ങനെ എല്ലാ മണിക്കൂറിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യം ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചു എല്ലാ മണിക്കൂറിലൂടെ ഇങ്ങനെ കടന്നു പോകുമെന്ന് വിചാരിച്ചില്ല. അതറിയാം, പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അവരിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് രാജ്യത്ത് ഇപ്പം 2 മണിയാണ്, ഏത് രാജ്യത്താണ് 2 മണി. എനിക്ക് തോന്നുന്ന രാജ്യത്തിൻ്റെ പേരല്ല, അതിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ന്യൂഡൽഹി എന്നാണ് എഴുതി വെച്ചിരുന്നത്. 7 മണി, ആ സമയത്ത് ഒരു രാജ്യത്ത് 8 മണി, 9 മണി, അങ്ങനെ കാണാം. നല്ല രസമുണ്ടല്ലോ. എല്ലാ നഗരത്തിലും ഇതേപോലത്തെ ഒരു വേൾഡ് ക്ലോക്ക് വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ നമുക്കിനി നോക്കി കണ്ടുപിടിക്കാമല്ലോ. മേളത്തെ ആ ഒരു പെൻഡുലം പോലത്തെ തിരിയുമ്പോഴാണ് തോന്നുന്നു
അതിൻ്റെ കൂടുതൽ സയൻസ് ശാസ്ത്രം എനിക്കറിയത്തില്ല. അങ്ങനെ എന്തോ ആണ് ഇതിൽ സമയം മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. വളരെ പ്രശസ്തമാണ് കേട്ടോ. ഞങ്ങളും പതുക്കെ നീങ്ങി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് പോയിൻറ്റ് ചാർലിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞ് പ്രത്യേകം അവിടെ എത്തി. ഈ ചെക്ക് പോയിൻറ്റ് ചാർലി എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റും ഈസ്റ്റും നമുക്ക് പറഞ്ഞായിരുന്നല്ലോ, ഒരു ബെർലിനിൽ ഒരു വാളായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇടയ്ക്കൊരു ചെക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ വെസ്റ്റിൽ നിന്നോ ഈസ്റ്റിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഈ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ കുറച്ച് ഇരു പ്രദേശത്തെ, അതായത് വെസ്റ്റിൻ്റെയും ഈസ്റ്റിൻ്റെയും പട്ടാളക്കാരുണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിൽ വെസ്റ്റിൻ്റെ പട്ടാളക്കാരും ഈസ്റ്റ് സൈഡിൽ അവരുടെ പട്ടാളക്കാരും നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് മാത്രമേ 2 ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിക്കണം, നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുമ്പം ചെക്ക് പോയിൻ്റൊക്കെ കാണില്ലേ, അതേപോലെ ഒരു സിറ്റിയിൽ തന്നെയാണെന്ന് ആലോചിക്കണം ഇങ്ങനെ ചെക്ക് പോയിൻ്റൊക്കെ. അപ്പം അത് കാണാൻ കുറേ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അതിപ്പോഴും അതിൻ്റെ ഒരു മോഡൽ ആയിട്ട് അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവിടെ. പിന്നെ ആ പോകുന്ന വഴിക്ക് അതിനെ പറ്റി പറയുന്ന മ്യൂസിയവും കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കണ്ടില്ലേ, ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഫോട്ടോ പോലെ കാണുന്നില്ല, അതിൻ്റെ താഴെയായിരുന്നു ഈ ചെക്ക് പോയിൻ്റ്. അവിടെ ഇരു ഭാഗത്തിൻ്റെയും പട്ടാളക്കാർ നിൽക്കും. എന്നിട്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എല്ലാം ഇങ്ങനെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കണ്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് നീങ്ങി. അവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കേട്ടോ. അപ്പം മുന്നോട്ട് പോകുമ്പം അവിടെ ഒരു ജസ്റ്റ് എങ്ങനെയായിരുന്നു ഈ റോഡ്, അവിടേക്ക് എങ്ങനെയായിരുന്നു, ഓരോ കെട്ടിടങ്ങൾ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ കാണിച്ച് ഒരു മ്യൂസിയം പോലെ അതിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തോട്ടും പോയി. ഇതാണ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്ന, ചെക്ക് പോയിൻറ്റ് ചാർലി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതാണ് ആ ചെക്ക് പോയിൻ്റ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിരുന്നു, നീണ്ട ക്യൂ ആയിരുന്നു. ഒരാൾ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അടുത്ത ആൾ പോകും. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇങ്ങനൊരു മ്യൂസിയം പോലെ ഉണ്ടെന്ന്, നമ്മളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. അവിടെ എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു നടന്നതെന്നൊക്കെ ഓരോ വർഷം സഹിതം ഇങ്ങനൊരു ബോർഡായിട്ട് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും അതെല്ലാം കുറച്ചൊക്കെ നോക്കി മനസ്സിലാക്കി. പിന്നെ ഒരു ബെർലിൻ വാളിൻ്റെ ഒരു മോഡൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അവരിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നീട് അവർ അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ബെർലിൻ, വെസ്റ്റ് ബെർലിൻ ഇത്രയും ഭാഗം അതായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു മാപ്പ് പോലെ വെച്ചിട്ടുണ്ട്. ഈ ഊസ്റ്റ് എന്നില്ലേ, അതായത് ഡച്ചിലും എനിക്കൊന്ന് ജർമ്മനിലും ഈ ഊസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ, കുറച്ച് ടയേർഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ വിചാരിച്ചു ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് ഉള്ള ട്രാം കയറി. പിന്നെ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നാളെ പോവല്ലേ, അപ്പം നൈറ്റ് വ്യൂ കണ്ടില്ലല്ലോ, അപ്പം നൈറ്റ് വ്യൂ കാണാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു രാത്രിയിൽ. അപ്പോൾ ഇതാണ് ആ ട്രാം കേട്ടോ, മെട്രോ ട്രാമല്ല മെട്രോ. അപ്പം ആ മെട്രോയുടെ ശരിക്കും വ്യൂ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങളൊരു നൈറ്റിൽ ഒരു 8:30 കഴിഞ്ഞപ്പം പതുക്കെ ഇറങ്ങി. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 8:30 ആയാലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അലക്സാണ്ടർ പ്ലാസ് വരെ പോകാമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ട്രാമിൽ കയറി അവിടെ എത്തി. ഇതാ നമ്മൾ രാവിലെ കണ്ട TV ടവർ കേട്ടോ. ചെറിയ ലൈറ്റൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അതിൻ്റെ അടുത്ത് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്, ചെറിയ ലൈറ്റ് പോലെ. അങ്ങനെ അതിൻ്റെ അപ്പം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യാസ്തമയമായി. അപ്പോഴത്തേക്കും എല്ലാ കെട്ടിടത്തിലും ബിൽഡിങ്സിലൊക്കെ ലൈറ്റും ഒക്കെ, സിറ്റിയൊക്കെ നല്ല മിന്നാമിനിങ്ങിൻ്റെ ലൈറ്റ് വെട്ടത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു.
ചെറിയ വെട്ടത്തിൽ എല്ലാം ബെർലിൻ നഗരം ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മൊത്തം പോയില്ല, ഞങ്ങൾ അലക്സാണ്ടർ പാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്. അങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് നൈറ്റ് വ്യൂ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈറ്റിലെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങി. Okay, then see you in the next video. Bye bye.